ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൺസീലേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ തമ്മിൽ കണ്ട പോലെ കുറച്ച് കൺസീലേഴ്സൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഗ്രീൻ കളർ, അതുപോലെ റെഡ് കളർ, പിന്നെ നമ്മുടെ നോർമൽ സ്കിൻ ടോൺ കളറുള്ള അങ്ങനെയുള്ള കൺസീലേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം ഒരുപാട് കളറിലുണ്ട് കേട്ടോ, വേറെ പർപ്പിൾ അങ്ങനത്തെ ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസസ് എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുമോ? അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. ഇപ്പോൾ എന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം, എനിക്ക് ഓൾറെഡി ചെറിയ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഹൈഡ് ആക്കിയിട്ട് കണ്ണ് നല്ല അടിപൊളി നമ്മളെ സ്കിൻ ടോണിന് മാച്ച് ആക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 ഷെയ്ഡ്സിലുള്ള കൺസീലേഴ്സ് എടുക്കുന്നുണ്ട്. റെഡ്, അതുപോലെ ഗ്രീൻ, പിന്നെ നമ്മൾ നോർമൽ നമുക്ക് സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള കൺസീലർ. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഐസും അതുപോലെ ഫുൾ ഫേസും നമ്മൾ കറക്റ്റ് ഷെയ്ഡിനുള്ള ഒരു ടൈപ്പ് ഓഫ് ആക്കി എടുക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഓറഞ്ച് കൺസീലറാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡാർക്ക് സർക്കിൾസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യണത്. ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കവിടെ നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്. കണ്ണിന് താഴെയും മുകളിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇടണ്ട കേട്ടോ, കുറച്ച് മതി. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് വരുന്നത് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ അത് 2 കണ്ണിൻ്റെ താഴെയും മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എനിക്കിത് ഇവിടെ ഒരു പിമ്പിളിൻ്റെ പാട് അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ കുട്ടി കുട്ടി പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിമ്പിൾസിൻ്റെ. നമ്മളിത് ഈ ഗ്രീൻ കൺസീലർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ആക്നെയൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട്, ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനത് ഗ്രീൻ ഇട്ടിട്ടുണ്ട്. എനിക്കിവിടെ ഒരു കുഞ്ഞ് പിമ്പിളുണ്ട്. അപ്പം ഞാൻ ഈ 2 പോർഷനിൽ ഗ്രീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ ഒരു ഗ്രീൻ സൈഡാണ് ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ഇപ്പം അതിൻ്റെ ആ ഒരു ഷെയ്ഡ് മാറിയത് കണ്ടില്ലേ, ഇപ്പം പിമ്പിൾസിൻ്റെ ആ ഒരു ഷെയ്ഡ് മാറിയത് കണ്ടില്ലേ. ഇനി നമ്മൾ ഡാർക്ക് സർക്കിൾസിൻ്റെ ഓറഞ്ച് കൺസീലർ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനത് കംപ്ലീറ്റ് ഇതും ഗ്രീനും റെഡും ആയിട്ടുള്ള കൺസീലേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ടച്ചാണ്. അപ്പോൾ ഞാനത് നമ്മൾ നോർമൽ കൺസീലർ എടുത്തിട്ടുണ്ട്. എൻ്റെ ഷെയ്ഡിൻ്റെ കൺസീലറാണ് കേട്ടോ. ഇത് ഷെയ്ഡ് 02 സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണിത്. അപ്പം ഞാനത് അതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തന്നെ കൺസീലർ ഇങ്ങനെ തന്നെ ഇടണം എന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഇട്ടു എന്നേ ഉള്ളൂ. നമ്മൾ റെഡ് കൺസീലർ ഇട്ട അവിടെയും അതുപോലെ ഗ്രീൻ ഇട്ട അവിടെയും ഇത് അപ്ലൈ ചെയ്യണം. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഡാർക്കായിട്ടൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ടച്ചാണ്. ഇനി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ വീണ്ടും ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഞാൻ ടച്ച് ചെയ്ത് കൊടുത്ത പോർഷൻസ് ആണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യണേ. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ ബ്ലെൻഡ് ചെയ്യാണ്. കണ്ണിൻ്റെ മുകളിൽ, ഓക്കെ, നെക്സ്റ്റ് കണ്ണ്. ഓക്കെ, ഇപ്പം കണ്ടില്ലേ, ഇപ്പം എൻ്റെ ആ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ആ പിമ്പിളിൻ്റെ ആ റെഡ് കളറോ അങ്ങനെ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം ക്ലിയർ നമ്മുടെ ഫുൾ സ്കിൻ ടോൺ, ഫേസിൻ്റെ സ്കിൻ ടോൺ സെയിം കളറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനിയാണ് നമ്മൾ കൺസീലർ ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് ചെയ്യുക. ഇപ്പോൾ ഐസിൻ്റെ മേക്കപ്പ് ചെയ്യുക, അതുപോലെ ഫേസിൽ ഫൗണ്ടേഷൻസ് അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ഒരു ട്യൂട്ടോറിയലാണ് കാണിച്ചു തന്നത്. കണ്ടോ, നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ഇതുമില്ല, ഫുള്ള് ക്ലിയർ ആയതുകൊണ്ട് ഫുൾ സ്കിന്ന് സെയിം ആയി. അപ്പം നമ്മുടെ ഇന്നത്തെ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്, ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയത്തില്ല, അറിയുന്നവരൊക്കെ ഉണ്ട്. അറിയാത്ത ഇപ്പം നോർമൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സജഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെക്നിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.